ഇലക്ട്രീഷ്യൻ ഹെൽത്ത് സർവീസിൻ്റെ ആണ് 2017 നടന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് എന്ത് ടൈപ്പ് ഓസിലേറ്റർ? സ്ക്വയർ വേവ് ആണോ, നോൺ സൈനസോയിഡലാണോ, സൈനസോയിഡലാണോ, സൗണ്ട് ജനറേറ്റർ ആണോ? ഏതാണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ? സൈനസോയിഡൽ ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് എ സൈനസോയിഡൽ ഓസിലേറ്റർ. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫാരഡേസ് ലോ അനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് linkages. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് ആൻ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ എങ്ങനത്തെയാണ്? സെൽഫ് എക്സൈറ്റഡ് ആണ്. സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് എ സെൽഫ് എക്സൈറ്റഡ് ജനറേറ്റർ. EMF ഇക്വേഷൻ ഓഫ് എ DC ജനറേറ്റർ. EMF ഇക്വേഷൻ എന്ന് വെച്ചാൽ φN/60 ഇൻറ്റു P/A ആണ്. ഇത് തന്നിരിക്കുന്ന ഉത്തരം ആയിട്ട് എനിക്ക് ശരിയാന്ന് തോന്നുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഇസ് എ scalar quantity. Which type of DC compound generator is used when load is very far away from the generator? Over compound DC generator is used when the load is far away from the generator. ജനറേറ്ററിൽ നിന്ന് ലോഡിൻ്റെ പൊസിഷൻ വളരെ ദൂരത്താണെങ്കിൽ നമ്മൾ ഓവർ കോമ്പൗണ്ട് ആയിട്ടുള്ള DC കോമ്പൗണ്ട് ജനറേറ്ററാണ് ഉപയോഗിക്കുന്നത്. പിച്ച് ഓഫ് ലാപ്പ് വൈൻഡിൻ്റെ പിച്ച് എങ്ങനെയാണ്? YB - YF ആയിരിക്കും. YB - YF ആണ് ലാപ്പ് അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമേഴ്സ് എന്തിനാണ് റേറ്റ് ചെയ്തിരിക്കുന്നത്? KVA. ട്രാൻസ്ഫോമേഴ്സ് റേറ്റ് ഇൻ KVA. ഇനി ട്രാൻസ്ഫോമർ I1/I2 = E2/E1. ട്രാൻസ്ഫോമർ I1/I2 = E2/E1. ടേൺസ് റേഷ്യോ ഓഫ് എ ഐസൊലേഷൻ ഓർ 1:1 ട്രാൻസ്ഫോമർ ഇസ്. ടേൺസ് റേഷ്യോ ഓഫ് ഐസൊലേഷൻ ഓർ 1:1 ട്രാൻസ്ഫോമർ ഇസ് 1. ടേൺസ് റേഷ്യോ ഓഫ് ഐസൊലേഷൻ ഓർ 1:1 ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഹിസ്റ്റെറിസിസ് ലോ ഓഫ് WHൻ്റെ ഇക്വേഷൻ ആണ് KH × Bmax raised to 1.6 F വാട്ട്സ് ആയിരിക്കും. KH × Bmax raised to 1.6 into frequency F. ക്ലാസ് 0.1 ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് എന്താണ് ഏറ്റവും ഉപയോഗിക്കുന്നത്? പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കണം. ക്ലാസ് 0.1 ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ് ആസ് പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ഈസ് ആൻ അബ്സലൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. അബ്സലൂട്ട് ഇൻസ്ട്രുമെൻറ്റ് എന്താണ്? ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ആണ്. ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ ഈസ് ആൻ അബ്സലൂട്ട് ഇൻസ്ട്രുമെൻറ്റ്. If the pointer of measuring instrument moves quickly to its final deflected position, it is മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പോയിൻ്റ് പെട്ടെന്ന് ഫൈനൽ ഡിഫക്റ്റഡ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആയിരിക്കും. If the pointer of measuring instrument moves quickly to the final deflected position, it is critically damped. പവർ ഫാക്ടർ എന്താണ്? KW/KV ആണ്. പവർ ഫാക്ടർ ഈസ് ഇക്വൽ ടു KW/KV ആണ്. ദ റേഷ്യോ Z/R. Z/R എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ എന്ന് R/Z ആണ്. Z/R എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് പവർ ഫാക്ടറാണ്. PIC ഈസ് ദ പാർട്ട് ഓഫ് PIC എന്തിൻ്റെ പാർട്ടാണ്? ഡിജിറ്റൽ എനർജി മീറ്ററിൻ്റെ പാർട്ടാണ്. PIC ഈസ് ദ പാർട്ട് ഓഫ് ഡിജിറ്റൽ എനർജി മീറ്റർ. ടോങ് ടെസ്റ്റർ ഈസ് യൂസ് ടു മെഷർ. ടോങ് ടെസ്റ്റർ എന്ത് ഉപയോഗിക്കാനാണ് മെഷർ ചെയ്യുന്നത്? എന്ത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ടോങ് ടെസ്റ്റർ ഈസ് യൂസ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. കളക്ടർ കറണ്ട് IC ഓഫ് BJT. BJTയുടെ IC ഇക്വേഷൻ IC = IE - IB. എമിറ്റർ കറണ്ട് മൈനസ് ബേസ് കറണ്ട് ആണ് കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ. കളക്ടർ കറണ്ട് IC = IE - IB. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ കറണ്ട് ഗെയിൻ എന്താണ്? ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. കറണ്ട് ഗെയിൻ ഓഫ് എ കോമൺ ബേസ് ആംപ്ലിഫയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. കറണ്ട് ഗെയിൻ ഓഫ് എ കോമൺ ബേസ് ആംപ്ലിഫയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ കറണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറണ്ട് ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് സ്ലിപ്പ് ഇൻറ്റു ഫ്രീക്വൻസി ഓഫ് സ്റ്റേറ്റർ കറണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്ത മോട്ടർ അതാണ്? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോട്ടർ ഇസ് നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. അതിനകത്ത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളത് യൂണിവേഴ്സലുണ്ട്, DC ഷണ്ട് മോട്ടറുണ്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്. യൂണിവേഴ്സൽ, DC ഷണ്ട്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. ഇലക്ട്രിക് ചാർജ് Q is equal to I × T ആയിരിക്കും. ഇലക്ട്രിക് ചാർജ് Q എന്ന് പറയുന്നത് ആയിരിക്കും I × T ആയിരിക്കും. വിച്ച് ഈസ് റോങ് അബൌട്ട് ദ സ്പീഡ് കൺട്രോൾ ഓഫ് DC ഷണ്ട് മോട്ടർ ബൈ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് വഴി നമ്മൾ DC ഷണ്ട് മോട്ടർ കൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എക്കണോമിക്കലാണ്. സ്പീഡ് ക്യാൻ ബി വേരിഡ് അബോവ് നോർമൽ സ്പീഡിൻ്റെ അബോവിൽ സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. സ്പീഡ് കനോട്ട് ബി വേരിഡ് അബോവ് നോർമൽ സ്പീഡ്, അത് തെറ്റാണ്. സ്പീഡ് ക്യാൻ ബി വേരിഡ് ആണ്. കമ്മ്യൂട്ടേഷൻ ബിക്കംസ് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് മാറുന്നതാണ്. അപ്പം
ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് സ്പീഡ് കനോട്ട് ബി വേരിയഡ് അബോ നോർമൽ സ്പീഡ്. അപ്പോൾ ഇത് എക്കണോമിക്കലാണ്. സ്പീഡ് ക്യാൻ ബി വേരിയഡ് അബോ നോർമൽ സ്പീഡ്. കമ്മ്യൂട്ടേഷൻ ബിക്കംസ് അൺസാറ്റിസ്ഫാക്ടറി. വൈ ഈസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ? വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ? കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടർ ആണ് സിംഗ്രണസ് മോട്ടറാണ്. സിംഗ്രണസ് മോട്ടർ. യൂണിറ്റ് ഓഫ് എം എം എഫ്. എം എം എഫിൻ്റെ യൂണിറ്റ് ആണ് ആംബിയർ ടേൺസ് ആണ്. യൂണിറ്റ് ഓഫ് എം എഫ് ഈസ് ആംബിയർ ടേൺസ്. നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെൽ. നെഗറ്റീവ് പ്ലേറ്റ് ആണ് സ്പോഞ്ചി ലെഡ് ആണ്. പോസിറ്റീവ് പ്ലേറ്റ് PbO2. നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് സെൽ ആണ് സ്പോഞ്ചി ലെഡ് ആണ്. സ്പോഞ്ചി ലെഡ്. As per IE rule, the leakage current in an installation should not exceed dash part of the full load current of installation. Full load current of installation എത്ര പാർട്ടിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടാണ്? 1/5000th. The leakage current in installation should not exceed 1/5000th part of the full load current of installation. Full load current of installationൻ്റെ 1/5000th പാർട്ടിനെ എക്സീഡ് ചെയ്യാൻ പാടില്ല ലീക്കേജ് കറണ്ട്. കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റൻസ് ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. കപ്പാസിറ്റൻസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ difference. C is equal to Q by V. Q is equal to CV. Permeance എന്താണ്? Permeance is a reciprocal of reluctance. Reluctanceൻ്റെ ഓപ്പോസിറ്റ് ആണ് permeance എന്ന് പറയുന്നത്. Permeance is opposite of reluctance. Energy stored in magnetic field is. Magnetic field സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഇക്വേഷൻ E is equal to half Li square എന്നാണ്. E is equal to half Li square. The AH efficiency of lead acid cell is normally between. AH എഫിഷ്യൻസി ലെഡ് ആസിഡ് സെല്ലിൻ്റെ AH എഫിഷ്യൻസി ഇതിനൊക്കെ ഇടയിലാണ് 90-നും 95% ഇടയിലാണ്. ആംബിയർ അവർ എഫിഷ്യൻസി ഓഫ് ലെഡ് ആസിഡ് സെൽ ഈസ് നോർമലി ബിറ്റ്വീൻ 90 and 95%. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്തുപയോഗിച്ചാണ് നമ്മൾ മെഷർ ചെയ്യണം? മെഗർ ഉപയോഗിച്ചാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് മെഗർ. ദർ ഇസ് നോ കൺട്രോൾ സ്പ്രിങ്. കൺട്രോൾ സ്പ്രിങ് ഇല്ലാത്ത ഏതാണെന്ന് ചോദിക്കുന്നത്. ഇൻഡക്ഷൻ എനർജി മീറ്ററിൽ കൺട്രോൾ സ്പ്രിങ് ഇല്ല. PMMC വോൾട്ട് മീറ്റർ, PMMC അമ്മീറ്റർ, ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻറ്റ് ഇതിലെല്ലാം കൺട്രോൾ സ്പ്രിംഗ് ഉണ്ട്. ഇൻഡക്ഷൻ എനർജി മീറ്ററിൽ കൺട്രോൾ സ്പ്രിംഗ് ഇല്ല. കൺട്രോൾ സ്പ്രിംഗ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഫോസ്ഫർ ബ്രോൺസ് ആണ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് E ഈസ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് E എന്ന് പറയുന്നത് EM × sin 2πft. EM × sin 2πft ആണ്. സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വോൾട്ടേജ് E ഈസ് ഈക്വൽ ടു EM × sin 2πft. എ സൈൻ വേവ് ഹാസ് ആൻ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് 100π radian/second. ഫ്രീക്വൻസി ഈസ്. സൈൻ വേവിന് ആംഗുലർ ഫ്രീക്വൻസി 100π radian/second ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്താണെന്ന് അറിയണം. ഒമേഗ ഈസ് ഈക്വൽ ടു 2πf ആണ്. 2 × π × f എന്ന് പറയുമ്പം 100π ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് 50 Hz ആയിരിക്കും. 50 Hz. പെർസെൻറ്റേജ് സ്ലിപ്പ് എസ്. അതിൻ്റെ ഇക്വേഷൻ ആണ് NS - N/Ns × 100. NS - N/Ns × 100. പെർസെൻറ്റേജ് സ്ലിപ്പ് S ഈസ് ഈക്വൽ NS - N/Ns × 100. സ്ട്രേ ലോസ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? മാഗ്നറ്റിക്കും മെക്കാനിക്കൽ ആയിട്ടുള്ള ലോസാണ് സ്ട്രേ ലോസ്. സ്ട്രേ ലോസ് ആർ മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. സ്ട്രേ ലോസ് ആർ മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. ട്രാൻസ്ഫോമർ യൂസ് മാക്സിമം എഫിഷ്യൻസി. ട്രാൻസ്ഫോമർ എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി വരുന്നത്? കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആകുമ്പോഴാണ്. കോപ്പർ ലോസും അയൺ ലോസും ഈക്വൽ ആകുമ്പോഴാണ് ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസി വരുന്നത്. ഓൾഡ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. ഓൾഡ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ഔട്ട്പുട്ട് ഇൻ kWh ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ kWh ഫോർ 24 hours. ഓൾഡ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഇസ് മെഷർഡ് ഇൻ ഔട്ട്പുട്ട് ഇൻ kWh ഡിവൈഡ് ബൈ ഇൻപുട്ട് ഇൻ kWh ഫോർ 24 hours. A transformer consists of 1000 primary turns and 1600 secondary turns. What is the secondary induced EMF if the primary voltage is 250 volt? Primary voltage 250 volt ആണെങ്കിൽ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇത് എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ 1600/1000 എന്ന് പറയുമ്പോഴത്തേക്കും 1.6 times ആയിരിക്കും എന്ന് പറയണം. അപ്പോൾ 250 × 1.6 400 വോൾട്ട് വരും. 250 × 1.6 400 volts വരും. Synchronous speed NS indication 120 f/p. Synchronous speed NS is 120 f/p. Which of the following has negative temperature coefficient resistance? സിലിക്കണിനാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളത്. കോപ്പർ, അയൺ, ബ്രാസ് എന്നുള്ള സിലിക്കണിലാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഉള്ളത്. Secondary of a CT must be connected to an ammeter or must be short circuited. എന്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അമ്മീറ്ററോട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഹൈ സെക്കൻഡറി എം എഫ് വളരെ ഹൈ ആയിരിക്കും. ഇൻക്രീസ് ഇൻ അയൺ ലോസ്. അയൺ ലോസിൽ ഇൻക്രീസ് വളരെ കൂടുതലാണ്. എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദ കോറിൽ എക്സസീവ് ഹീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ CTയുടെ സെക്കൻഡറി ഒന്നെങ്കിൽ അമ്മീറ്ററോട് കണക്ട് ചെയ്യാൻ അവർ മസ്റ്റ് ബി ഷോർട്ടഡ് എന്ന് പറയുന്നത്. ഹൈ സെക്കൻഡറി EMF അവോയ്ഡ് ചെയ്യാനും അയൺ ലോസ് കുറയ്ക്കാനും എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദ കോർ തടയാനും വേണ്ടിയിട്ടാണ്. റോട്ടർ സ്പീഡ് ഓഫ് 3-phase 4-pole 50 Hz ഇൻഡക്ഷൻ മോട്ടോർസ്. അതിൻ്റെ റോട്ടർ സ്പീഡ് എത്രയാണ്? 120 f/p ആണ്. 120 f/p വരുമ്പം 1500 ആണ് വരുന്നത്. 120 × f5 ഇപ്പോൾ 6000 എത്ര വരും? ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 1500 ആണെന്ന് എനിക്ക് തോന്നുന്നത്. റെഫർ ചെയ്ത് നോക്കുക. ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ്
സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് ഇസ് സിലിക്കൺ ബാരിയർ പ്രൊട്ടക്ഷൻ എത്രയാണെന്ന് ചോദിക്കണം. ബാരിയർ പ്രൊട്ടക്ഷൻ സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് ഇസ് 0.7 വോൾട്ട്. ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി സെൽഷ്യസ് ഈസ് 0.7 വോൾട്ട്. സിലിക്കണിന് റൂം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിൽ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0.7 വോൾട്ട് ആയിരിക്കും. പവർ റേറ്റിംഗ് ഓഫ് ലോ പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പവർ റേറ്റിംഗ് എത്രയായിരിക്കും? <2 വാട്ട്സ് ആയിരിക്കും. ലോ പവർ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ പവർ റേറ്റിംഗ് എപ്പോഴും <2 വാട്ട്സ് ആയിരിക്കും. കൺവേർട്ട് ഡെസിമൽ 9 into ബൈൻഡ്. അപ്പം 9/2 അപ്പോൾ എന്താണ് 4 2s 8 ആണല്ലോ. അപ്പം നമുക്ക് 8 കിട്ടും. അപ്പോൾ റിമൈൻഡർ 1 കിട്ടും. പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 times 4 into 2 ആണ് 8. അപ്പോൾ 0 വരും, റിമൈൻഡർ ഒന്നുമില്ല. പിന്നെ 4നെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴും റിമൈൻഡർ ഒന്നുമില്ല, 2 ആണ്. പിന്നെ 2നെ 2 വെച്ച് ചെയ്യുമ്പോൾ 1 times ആണ്. അപ്പോൾ 1001 വരും. അപ്പം 9ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 1001 ആണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പം 1 into 2⁻0 = 1. പിന്നെ വരുന്നത് 2⁻1 2⁻3 ആണ്. 1 to 2⁻3 എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 + 1 9. അങ്ങനെ നമുക്ക് തിരിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്താണ്? y = a + b ആണ്. y = a + b ആണ് ഓർ ഗേറ്റിൻ്റെ. y = a into b ആണ് ആൻഡ് ഗേറ്റിൻ്റെ. നോർ എന്ന് പറയുമ്പോൾ a + b the whole bar, നാൻഡ് എന്ന് പറയുമ്പോൾ ab the whole bar. വിച്ച് കണക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ 3-phase ഫോർവേഡ് സർവീസ്? 3-phase ഫോർവേഡ് സർവീസിന് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ള കണക്ഷൻ ഏതാണ്? ഡെൽറ്റ സ്റ്റാർ ആണ്. വിച്ച് കണക്ഷൻ ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ 3-phase ഫോർവേഡ് സർവീസ്? ഡെൽറ്റ സ്റ്റാർ. സ്കെയിൽ റേഞ്ച് മാർക്ക്ഡ് ഓൺ ദ ഡയൽ ഓഫ് മെഗർ. മെഗറിൽ മാർക്ക് ചെയ്യുന്ന സ്കെയിൽ റേഞ്ച് എന്താണ്? ഇൻഫിനിറ്റി ടു 0 ohm ആണ്. സ്കെയിൽ റേഞ്ച് മാർക്ക്ഡ് ഓൺ ദ ഡയൽ ഓഫ് മെഗർ ഈസ് ഇൻഫിനിറ്റി ടു 0 ohm. ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ബിറ്റ്വീൻ ദ മിനിമം ഫ്യൂസിംഗ് കറണ്ട് ടു ദ കറണ്ട് റേറ്റിംഗ്. കറണ്ട് റേറ്റിങ്ങും മിനിമം ഫ്യൂസിംഗ് കറണ്ടും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം മിനിമം ഫ്യൂസിംഗ് കറണ്ട് ഒരെണ്ണം ഉണ്ടാവുമല്ലോ, അതേ ഡിവൈഡ് ബൈ കറണ്ട് റേറ്റിംഗ് ആണ് ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഫ്യൂസിംഗ് ഫാക്ടർ = മിനിമം ഫ്യൂസിംഗ് കറണ്ട് ബൈ കറണ്ട് റേറ്റിംഗ്. 1500 RPM എന്ന് പറഞ്ഞാൽ എത്ര RPS ആണെന്ന് ചോദിക്കണം. 1500 RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 seconds അല്ല. അപ്പോൾ 1500 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 25 RPS വരും. 1 kilogram വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടനാണ്? 1 kilogram വെയിറ്റ് = 9.8 ന്യൂട്ടനാണ്. 9.8 ന്യൂട്ടൺ. The direction of force produced on a current carrying conductor placed in a magnetic field can be determined by. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിലുള്ള ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കണം എന്താണ് ഉപയോഗിച്ചാണ്? നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇത് ഡയറക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇവിടെ കണ്ടുപിടിക്കുന്നതാണ്. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആർക്ക് വെൽഡിങ്ങിന് ഉപയോഗിക്കും. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ആർക്ക് വെൽഡിങ്. വെൻ എ BJT ഓപ്പറേറ്റ്സ് ഇൻ കട്ട് ഓഫ്. BJT കട്ട് ഓഫിൽ ഓപ്പറേറ്റ് VCE = VCC. കളക്ടർ എമിറ്റർ വോൾട്ടേജ് DC സപ്ലൈ വോൾട്ടേജായ VCCയോട് ഈക്വൽ ആകുമ്പോഴാണ് BJT കട്ട് ഓഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. VCE = VCC. ഇനി BJT ബീറ്റ = α / 1 - α ആണ്. BJTയുടെ അത് ബീറ്റയുടെ വാല്യൂ എന്താണ്? α / 1 - α ആണ്. ബീറ്റ = α / 1 - α ഫോർ BJT. എഫിഷ്യൻസി ഓഫ് ക്ലാസ് എ ആംപ്ലിഫയർ. ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? എപ്പോഴും <50% ആയിരിക്കും. ക്ലാസ് എ ആംപ്ലിഫയർ എഫിഷ്യൻസി ഈസ് ഓൾവേസ് <50%. മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ജൂൾ J മെക്കാനിക്കൽ ഹീറ്റിൻ്റെ വാല്യൂ എന്താണ്? 4186 joules per kilocalorie. Mechanical equivalent of heat J = 4186 joules per kilocalorie. 4186 joules per kilocalorie. 1 kilowatt hour എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്? 36 × 10⁵ ജൂൾസ് ആണ്. 36 × 10⁵ ജൂൾസ് ആണ് 1 kilowatt hour. 1 kilowatt hour = 36 × 10⁵ ജൂൾസ്. 36 × 10⁵ ജൂൾസ്. 1 joule per second is equal to 1 joule per second എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ്? 1 വാട്ടാണ്. 1 joule per second is equal to 1 watt. 1 joule per second is equal to 1 watt. 1 coulomb of charge is defined as a charge which when placed in vacuum from equal and similar charge repels it with a force of. എത്ര ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ റിപ്പൽ ചെയ്യാനുള്ളത്? F is equal to Q1 Q2/D ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് റിപ്പൾഷൻ ഇതാണെന്ന് ചോദിക്കുന്നത് 9 × 10⁹ ആയിരിക്കും. 1 കൂളോം ചാർജ് എന്ന് പറയുന്നത് is defined as a charge when placed in vacuum from equal and similar charge. ഈക്വൽ ആയിട്ടുള്ള വേറെ ചാർജ് എടുക്കുമ്പോൾ റിപ്പൽ ചെയ്യും. അതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 9 × 10⁹ ന്യൂട്ടൺ ആയിരിക്കും. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഇൻ kV/mm. kV/mm ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എത്രയാണ്?
3.2 ആണ്. Dielectric strength of air in kilowatt per millimeter is 3.2. Capacitor that stores a charge of 0.005 coulomb at a 10 volt has a capacitance of 0.005 coulomb at a 10 volts ആണ്. Q is equal to CV. C is equal to Q by V. 0.005 divided by 10 എന്ന് പറഞ്ഞാൽ 0.0005 ആവും. യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ വെബർ ആണ്. ന്യൂട്ടൺ പെർ വെബർ ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ്. MM by reluctance is equal to MM by reluctance എന്താണ്? ഫ്ലക്സ് ആണ്. ഫ്ലക്സ് is equal to MM by reluctance. Relative permeability μr is equal to μr equal to B material divided by B vacuum. Relative permeability μr equal to B material divided by B vacuum. Ash is used as an electrolyte in a nickel ion battery. Nickel ion battery electrolyte ആണ് potassium hydroxide ആണ്. KOH is used as an electrolyte in nickel ion battery. Average EMF of Edison cell. Edison cellൻ്റെ ആവറേജ് EMF എത്രയാണ്? 1.2 വോൾട്ട് പെർ സെല്ലാണ്. 1.2 വോൾട്ട് പെർ സെല്ലാണ് EMF of Edison cell എന്ന് പറയുന്നത്. When 3 capacitors C1, C2, C3 are connected in parallel, total capacitance പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ അഡിറ്റീവ് ആണ്. അപ്പോൾ C equal to C1 plus C2 plus C3. ഡാഷ് അമ്മീറ്റർ വിൽ ബി യൂസ്ഡ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉള്ളി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അമ്മീറ്റർ ഏതാണ്? ഇൻഡക്ഷൻ അമ്മീറ്റർ ആണ്. ഇൻഡക്ഷൻ അമ്മീറ്റർ വിൽ ബി യൂസ്ഡ് ടു മെഷർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉള്ളി. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് മാത്രം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഇൻഡക്ഷൻ അമ്മീറ്റർ. ടൈം പീരീഡ് ഓഫ് 100 Hz ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. 100 Hz ഉള്ള ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ടൈം പീരീഡ് എന്താണ്? ടൈം പീരീഡ് ഇസ് 1 by ഫ്രീക്വൻസി 1 by 100 is 0.001 seconds. ആവറേജ് വാല്യൂവിൻ്റെ ഫോം ഫാക്ടറാണ് RMS വാല്യൂ എന്ന് പറഞ്ഞാൽ. ആവറേജ് വാല്യൂവിൻ്റെ ഫോം ഫാക്ടർ ഈക്വൽ ടു RMS വാല്യൂ. Critical value of loop gain of an oscillator KAV is equal to loop gain of an oscillator. Critical value എന്താണ്? loop gain of an oscillator equal to 1 ആണ്. Critical value of loop gain of an oscillator KAV is equal to 1 ആണ്. Resonant frequency of RLC series circuit. RLC series circuitൻ്റെ resonant frequency എന്താണ്? 1 by 2 pi root LC. Resonant frequency of an RLC series circuit is 1 by 2 pi root LC. LSI integrated circuit consists of എത്ര ട്രാൻസിസ്റ്റേഴ്സ് ആണ്? LSI ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട്സിലുള്ള 1 to 10 ട്രാൻസിസ്റ്റേഴ്സ് ആണ്. 1 to 10 ട്രാൻസിസ്റ്റേഴ്സ്. LSI ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 1 to 10 ട്രാൻസിസ്റ്റേഴ്സ്. ഇപ്പം ഹെക്സാഡെസിമൽ 23 വിത്ത് ബേസ് 16 is equal to ഡെസിമൽ എത്രയാണെന്ന് ചോദിക്കണം. അപ്പോൾ 3 × 16⁻⁴ + 2 × 16⁻⁴. 16⁻⁴ എന്ന് പറയുമ്പോൾ 1 ആവും. അപ്പോൾ 3 തന്നെ ആയിരിക്കും വാല്യൂ. 16⁻⁴ എന്ന് പറയുമ്പോൾ 16. 16 × 2 എന്ന് പറയുമ്പോൾ 32. 32 + 3 എന്ന് പറയുന്നത് 35. അപ്പം ഡെസിമലിൽ 35 വിത്ത് ബേസ് 10 ആയിരിക്കും. ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ എന്താണ്? എങ്ങനെ ഡോപ്പിംഗ് ആയിരിക്കും ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ? വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് വെരി ലൈറ്റ്ലി ഡോപ്ഡ്. താങ്ക് യു.